എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഓൺലൈനായിട്ട് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിക്കവർക്കും വീടുകളിൽ ആവശ്യമുള്ള ഒരു സാധനം തന്നെയായിരിക്കും ഇത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. അത് അൺബോക്സ് ചെയ്യുന്നതും അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് സാധനം എന്ന് നോക്കാം. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ എന്താണ് സാധനം എന്ന് ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഞാൻ സൈഡിൽ ചിത്രം കൊടുക്കാം. ഇതാ കാണുന്നില്ലേ, ഇതാണ് സംഭവം. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ മേശയിലൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടാറുണ്ടാവും ചിലപ്പോൾ, അല്ലെ ഓഫീസ് റൂമിലായാലും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലായാലും ഒക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളെ സേഫായിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഐഡിയയും കിട്ടും. ഓരോ ബോക്സിൽ ഓരോ സാധനങ്ങളായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വലിയ ആളായിട്ട് അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഇതിന് മുന്നേ തുറന്നിട്ടില്ല. നിങ്ങളെ മുന്നിൽ തന്നെയല്ലേ ഓപ്പൺ ചെയ്തേ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കിട്ടിയത്. പക്ഷേ ഇത് പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഡാമേജ് ആയിട്ടുള്ളതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മുകളിൽ തന്നെ വെച്ചിട്ടാണ് ഉണ്ടായത്. ഇതിവിടെ വേണ്ടുന്ന ഒരു പീസാണ്. ഇതവിടെ ജോയിൻ ചെയ്യേണ്ട പീസാണ്. പക്ഷേ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അവർ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഡാമേജ് ആയിട്ടുള്ള പീസാണ് അവർ സെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഒരു ഡിഫക്റ്റ് കൂടിയുണ്ട്. ഇവിടെ ജസ്റ്റ് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇത് മൊത്തത്തിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടായത്. ഇത് അടിയിൽ വേണ്ടുന്ന പീസാണ്, പക്ഷെ ഇങ്ങനെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് വീഡിയോ ഏതായാലും ഇത് റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും ഫ്ലോപ്പാണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇത് റീഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ കുറേ പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സെക്ഷനായിട്ട് നമുക്ക് ഈ വീഡിയോനെ മാറ്റാം. അതായത് കുറേ പേർക്കൊന്ന് ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചാൽ അതെങ്ങനെയാണ് പൈസ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുക, ഇങ്ങനെ ഡാമേജ്ഡ് പ്രൊഡക്ട്സ് കിട്ടിയാൽ എങ്ങനെ നമുക്ക് പൈസ റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ സാധനം മാറ്റിയിട്ട് പുതിയൊരു സാധനം, കേടില്ലാത്ത സാധനം എങ്ങനെ വാങ്ങിക്കാം ഇതേ എമൗണ്ട് വെച്ചിട്ട് തന്നെ, അതറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യാം. അതിൽ മൈ ഓർഡേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കാണും. അതിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിട്ടുണ്ട്, ലാസ്റ്റ് ഓർഡർ ചെയ്തതുകൊണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ താഴെയായിട്ട് റിട്ടേൺ നീഡ് ഹെൽപ്പ് എന്നീ രണ്ടെണ്ണം കാണാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനൊരു വിൻഡോ തുറന്ന് വരും. അതിൽ റീസൺ ഫോർ റിട്ടേൺ, നമ്മുടെ എന്തുകൊണ്ടാണ് റിട്ടേൺ ചെയ്യുന്നതെന്നുള്ള റീസൺ അവിടെ കൊടുക്കണം. അവിടെ താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻസ് വരും. ഐറ്റം ഹാസ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഓർ പുവർ ഫിനിഷ്, അല്ലെങ്കിൽ റിസീവ്ഡ് എ ബ്രോക്കൺ ഓർ ഡാമേജ്ഡ് ഐറ്റം. നമുക്ക് കിട്ടിയത് ബ്രോക്കൺ ഐറ്റം ആണ്, അതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തു. അതിൻ്റെ താഴെയായിട്ട് മോർ ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും രണ്ട് ഓപ്ഷൻസ് വരും. ബോത്ത് ഐറ്റം ആൻഡ് ഔട്ടർ പാക്കേജ് ഈസ് ഡാമേജ്ഡ്, അല്ലെങ്കിൽ ഐറ്റം വാസ് ഡാമേജ്ഡ് ബട്ട് ഔട്ടർ പാക്കേജ് ഈസ് ഗുഡ് ഈസ് ഓക്കെ. അപ്പോൾ നമ്മുടെ ഐറ്റം മാത്രമായിരുന്നു ഡാമേജ്, പാക്കേജിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. പിന്നെ അതിന് താഴെയായിട്ട് എന്തെങ്കിലും നമ്മുടെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഐറ്റം വാസ് ഡാമേജ്ഡ് എന്ന് അടിച്ചു കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വിൻഡോ തുറന്ന് വരും. അപ്പോൾ വാട്ട് ഡു യു വാണ്ട് ഇൻ റിട്ടേൺ, ഇവിടെ നമുക്ക് ഓപ്ഷനായിട്ട് റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് തിരിച്ചു കൊടുത്താൽ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് കിട്ടും. ചിലതിൽ റീഫണ്ട് ഉണ്ടാവും. അതായത് നമുക്ക് പുതിയ പ്രൊഡക്റ്റ് വേണ്ട, നമ്മൾ അടച്ച പൈസ ബാക്കി തന്നാൽ മതി എന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു തരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ, അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു.
എന്നിട്ട് താഴെയായിട്ട് കാണുന്ന സബ്മിറ്റ് റിക്വസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും, റീപ്ലേസ്മെൻറ്റ് സക്സസ്ഫുള്ളി ഇനീഷ്യേറ്റഡ് എന്ന് വരും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഈ പ്രൊഡക്റ്റും നമ്മൾ സാധാരണ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ എവിടെ എത്തി എന്നൊക്കെ ഉള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ച സാധനം അത് ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും ഏതിലായാലും ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്കിൽ അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് എന്ത് ചെയ്യണം എന്നുള്ളത് കുറേ ആൾക്കൊന്നും അറിയാതെ ആ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിരിക്കുന്നതാണ് കുറേ പേരൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട, നമുക്കിനി ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം തന്നെയാണ്. മെയിനായിട്ട് നമ്മുടെ ഓഫീസ് റൂമിലേക്കാണ് ഇത് വാങ്ങിച്ചത്. അതിൻ്റെ കുറേ ചാർജറും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വീണ്ടും വാങ്ങിക്കണം എന്തായാലും. അപ്പോൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നമുക്ക് വീണ്ടും ചെയ്യാം.